ഏത് സമയം നിതീഷ് കുമാറിനെ നമുക്കറിയാമല്ലോ, പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമുണ്ട്. അപ്പൊ അദ്ദേഹം ഏത് സമയവും വരും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ മടുത്താൽ ഇങ്ങോട്ട് വരും, ഇവിടെ മടുത്താൽ അങ്ങോട്ട് പോകുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഏത് സമയവും ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നേക്കാം, അദ്ദേഹം വന്നേക്കാം. ഞങ്ങളാരും നിരാശരൊന്നല്ല. ഏത് സമയവും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചന്ദ്രബാബു നായിഡു നേരത്തെ ശ്രീജിത്ത് പണിക്കർ പോലെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ, അതായത് ഏതാണ്ട് 4.5 ലക്ഷം വോട്ടിന് ജയിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വാരാണസി നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഈ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അവിടെയുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജാത്മാബി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മതവിദ്വേഷം ഉണ്ടാക്കിയിട്ട് വോട്ട് വർദ്ധിപ്പിക്കാനാണ് ശ്രമം നടത്തിയത്. അങ്ങനെ 7-8 ലക്ഷം വോട്ടിന് ജയിച്ചുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിക്കാൻ ശ്രമിച്ച ആള് ഏതാണ്ട് 1,40,000-ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഏതാണ്ട് എല്ലാ അംഗങ്ങളും അവിടെ ക്യാമ്പ് ചെയ്തു. അപ്പൊ വാരാണസിയിലെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞാനത് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ ജന ടിവിയുടെ ചർച്ചയിൽ. അവിടെയുള്ള ധാരാളം ശിവലിംഗങ്ങൾ കൊത്തിയെറിഞ്ഞു. അവിടുത്തെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാ കൊറിഡോർ ഉണ്ടാക്കുന്ന സമയത്ത് ധാരാളം അവിടുത്തെ ആ പഴയ കാലത്തെ ഒരു മഹന്ത്, അദ്ദേഹത്തിന്റെ പേരെന്നോട് മറന്നു, വിശദമായ റിപ്പോർട്ട് ഫ്രണ്ട് ലൈൻ ഒരിക്കൽ പ്രസിദ്ധീകരിച്ചു. അവിടെയുള്ള എത്രയോ ശിവലിംഗങ്ങൾ കുത്തിയെറിഞ്ഞു അവിടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ മതമോ അല്ലെങ്കിൽ ആരാധനയോ ഇതൊന്നുമല്ല പ്രശ്നം. അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളുണ്ട് അതുമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ വാരാണസിയിലെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. വളരെ ചുരുങ്ങിയ വോട്ടിനാരെ. അല്ല സലീം മടവൂർ, യു പിയിൽ ജാതി കാർഡ് ഇറക്കി കളിച്ചതാരാ? ഏറ്റവും വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജാതി കാർഡ് ഇറക്കിയതാരാ? അല്ല, ജാതി കാർഡല്ലല്ലോ അവിടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഫൈസാബാദ് ജാതി കാർഡാണോ? അല്ല, നിങ്ങൾ പറയുന്നു NDA BJP വർഗീയ ധ്രുവീകരണം നടത്തിയെന്നൊക്കെ. നിങ്ങൾ ഇതൊന്നും നടത്തിയിട്ടില്ലേ? നേരെ പോ ആ മാർഗത്തിലാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത്? ഒരിക്കലും പരസ്യമായിട്ടുള്ള ഒരു വിദ്വേഷ പ്രസംഗം എവിടെയും നടന്നിട്ടില്ല. രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഒറീസയിൽ BJP മുന്നോട്ട് വരുമ്പോൾ നാണക്കേട് തോന്നാണ് എനിക്ക് ഒറീസയിൽ. കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട പ്രതിജ്ഞ എടുത്തൊരു ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയാണ് ഒരു തമിഴ് ബാബുവിന്റെ കീഴിൽ നിങ്ങൾ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അവിടുത്തെ ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നില്ല, ഒരിക്കൽ പറഞ്ഞുകൊണ്ട് VK പാണ്ഡ്യൻ എന്ന് പറയുന്ന അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയാവും. അത് അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാം. ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ ജീവിക്കണോ എന്ന് ചോദിക്കാം. പക്ഷെ ഒരു തമിഴ് ബാബുവിന്റെ കീഴിൽ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വംശീയമായ വിവേചനം ഉണ്ടാക്കിയിട്ടാണ് ആ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുന്നത് ഒറീസയില്. അപ്പൊ ഒഡീഷയിലെ ആ വിജയത്തിനൊക്കെ എന്താ പറയാ, അതിന്റെ പുറകില് ഒരു വംശീയ വിവേചനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു വേർതിരിവ്, ജനങ്ങളെ രണ്ടാക്കി തിരിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ അതിന്റെ പുറകിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള കുറെ പിഴവുകളാണ്, അല്ലെങ്കിൽ BJP ഇത്രയൊന്നും വരില്ല. ആന്ധ്രാപ്രദേശിനെ വെട്ടിമുറിച്ചത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വെട്ടിമുറിച്ച് ആന്ധ്രാപ്രദേശിലെ ജനങ്ങളെ മുഴുവൻ എതിരാക്കി. ആ സംസ്ഥാനത്ത് കോൺഗ്രസ് വേരോടെ പിഴുതെറിയപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അതേപോലെ മധ്യപ്രദേശില് കമൽനാഥിനെ പോലെയുള്ള ആളുകൾ BJPയോട് നയങ്ങളിൽ അതേപോലെയുള്ള നയങ്ങളുമായിട്ട് മത്സരിച്ചു. അവിടെ BJPയുടെ വർഗീയ നയങ്ങളെ, അധികാരത്തെ മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് പകരം അതിനേക്കാൾ മനോഹരമായി തനിക്ക് കളിക്കാൻ അറിയാവുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലം എന്താണ്? 2 വോട്ടും ഉണ്ടായില്ല, വിശ്വാസ്യത നഷ്ടപ്പെട്ടു, മുഴുവൻ സീറ്റുകളിലും അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പൊ ഇതൊക്കെ പഠിക്കേണ്ടത്. അതുകൊണ്ട് BJPയുടെ വിജയം എന്ന് പറയുന്നത് ഒരു പരാജയമാണ്, മൊത്തത്തിലെടുത്താൽ ഒരു പരാജയമാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം നേതൃനിരയും സംവിധാനവും ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു വിധി വരുമായിരുന്നു. പല സംസ്ഥാനങ്ങളിലും മത്സരിക്കാൻ പോലും സാധിച്ചില്ല. നമുക്കറിയാമല്ലോ, സ്ഥാനാർത്ഥികളെ ഗുജറാത്തിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അനുവദിക്കാതെ ഒരു ഭരണകക്ഷി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മത്സരം വേണം. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കാൻ അവസരം കൊടുക്കുക വേണ്ടത്. നിങ്ങൾ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റിയിലും BJPക്ക് മത്സരിക്കാൻ സമ്മതിക്കുന്നില്ല, കോളേജുകളിൽ SFI അനുവദിക്കുന്നില്ല എന്ന് സമരം ചെയ്ത ആളുകളല്ലേ BJPയുടെ ആളുകൾ. ആ ആളുകൾ എന്തേ ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് പ്രലോഭനങ്ങൾ കൊടുക്കുകയും
പല സംസ്ഥാനങ്ങളിലും മത്സരമില്ലാത്തതിന് എവിടെയാ തട്ടിക്കൊണ്ടുപോയത്? ദുഃഖിക്കുകയാണ് വേണ്ടത്. തട്ടിക്കൊണ്ടുപോയതല്ല, അവരെ ആ സമയം അദ്ദേഹത്തിന്റെ ആ ഗുജറാത്തിലെ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് കാണാതായി പോയില്ലേ, മധ്യപ്രദേശിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം പിന്നീട് മറുഭാഗം പൊങ്ങിയത് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കണ്ണു തലയും മൂടി കെട്ടിക്കൊണ്ടുപോയി എന്നല്ല. അവരെ പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീഴ്ത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിങ്ങൾ അവിടുന്ന് പിൻവലിപ്പിച്ചു, അങ്ങനെ ജയിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ഇന്ത്യ ഉണ്ടോ? ഇന്ത്യ ഉണ്ടോ? ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാ പറഞ്ഞു വന്നത്. അപ്പൊ ഇന്ത്യ അലിയൻസ് ഇല്ല, അപ്പൊ ഇന്ത്യ ഉണ്ടല്ലോ അല്ലേ ഇപ്പോ? ചോദ്യം കേട്ടില്ല. അല്ല, INDIA ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ INDIA അധികാരത്തിൽ എത്തിയിട്ടില്ല. CPM ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാ പറഞ്ഞത്. അല്ല, അത് ആ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ മതേതര ബദൽ വന്നാൽ മാത്രമേ യഥാർത്ഥ ഇന്ത്യ എന്ന മതേതര ഇന്ത്യ അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നിലനിർത്തണമെങ്കിൽ ഒരു മതേതര ഗവൺമെന്റ് ആണ് വരേണ്ടത്. നിങ്ങൾ ഈ മതേതരത്വം, മതനിരപേക്ഷത ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചാണോ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞു എന്തായാലും കേരളത്തിൽ ഈ തിരിച്ചടി ഉണ്ടായാലും ഞങ്ങളിനി ഞങ്ങളുടെ നിലപാടോ നയമോ മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ മതേതരത്വം ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതൊക്കെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റുമോ സലീം അടവൂർ?